പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഈ ദിവസം വലിയ ആശ്വാസത്തിൻ്റെ വചനമായിട്ടാണ് ദൈവമായ കർത്താവ് നമ്മെ ഉണർത്തുന്നത്. എങ്കിൽ ഈ പ്രഭാതത്തിൽ തന്നെ എല്ലാവർക്കും അച്ഛൻ ആശംസിക്കുന്നു നല്ലൊരു പ്രഭാതം. ഇന്ന് നാം ധ്യാനിക്കുന്ന ദൈവത്തിൻ്റെ വാഗ്ദാനം, ദൈവം തന്ന വാഗ്ദത്തം എന്ന് പറയുന്നത് മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 28-ാം വാക്യം. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരായ എല്ലാവരും ദൈവം ക്ഷണിക്കുകയാണ്. കർത്താവ് പറയുക, എന്തെന്നാൽ ഞാൻ ശാന്തശീലനും എളിമയുള്ള കർത്താവും എല്ലാം പറഞ്ഞുകൊണ്ട് നമ്മെ ദൈവം ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് ചിന്തിക്കുമ്പോൾ ജീവിതത്തിൽ വ്യത്യസ്തമായ വെല്ലുവിളികളിൽ തളർന്നു പോയവരാകാം നാം. ജീവിതത്തിൻ്റെ സമ്മർദ്ദത്തിലായി ഒത്തിരി ഭാരപ്പെട്ട് ആകുലപ്പെട്ട് ജീവിക്കുന്ന വ്യക്തികളായ നമുക്ക് യേശു ക്രിസ്തു നമ്മെ ക്ഷണിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ ക്ഷണമെന്ന് പറയുന്നത് ക്ഷീണിതരും കഷ്ടപ്പെടുന്നവരുമായ നമ്മെ നോക്കി തമ്പുരാൻ പറയുന്നത് എന്താണ്? നിങ്ങൾ എൻ്റെ അടുക്കൽ വരികയും നിങ്ങൾക്ക് വിശ്രമം തരാം. ഒപ്പം പ്രിയമുള്ളവരെ ഓർക്കുക, ഈ വിശ്രമം എന്ന് പറയുന്നത് ദൈവത്തോടു കൂടിയാകുമ്പോൾ നമ്മെ തന്നെ സമർപ്പിച്ച് നമ്മുടെ ഭാരങ്ങളും നമ്മുടെ ദുഃഖങ്ങളും നമ്മുടെ വേദനകളും സമർപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അത് ഈശോ സ്വീകരിക്കുന്നു. ഈശോ സ്വീകരിച്ച് എന്ത് ചെയ്യും? ഈശോ അത് വഹിക്കാനുള്ള കൃപ തരാമെന്നാണ് പറഞ്ഞത്. ഒരുപക്ഷെ ആ ശക്തി വരുമ്പോൾ ദൈവത്തിന് മറ്റൊരു മാർഗം എന്ന് പറയുന്നത് വലുതായ ഭാരങ്ങൾ ലഘുവായി തന്നുകൊണ്ട് നമ്മെ അനുഗ്രഹിക്കും. വീണ്ടും ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ലഘുവായി അനുഭവിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഭാരങ്ങളെല്ലാം തമ്പുരാൻ എടുത്തു തോന്നണമെങ്കിൽ ഓർക്കുക, ഈശോയുമായിട്ട് ആഴമായി ബന്ധം സ്ഥാപിക്കുമ്പോൾ, ആ ബന്ധത്തിൽ വിശ്വാസത്തിൽ മുന്നേറുമ്പോൾ പ്രിയമുള്ളവർ, നമ്മുടെ ജീവിതത്തിലെല്ലാം വലിയ സഹനങ്ങളെല്ലാം ചെറുതായി തോന്നും. വീണ്ടും കർത്താവ് പറഞ്ഞത് എന്താ അറിയാമോ? ഞാൻ നിങ്ങളുടെ ഭാരങ്ങൾ വഹിക്കാം. എന്തെന്നാൽ കർത്താവ് നമുക്ക് വേണ്ടി ഭാരം വഹിച്ചവനാണ്, കുരിശുമേറി മുന്നേറിയവനാണ്. അപ്പം അവൻ്റെ പക്കലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ ഇതെല്ലാം അവൻ സ്വീകരിച്ചതായി നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് തമ്പുരാൻ തന്നെ പറയുന്നുണ്ട്, ഈ ഭാരങ്ങൾ വഹിക്കുവാൻ, ദൈവത്തിൻ്റെ വഴിയിലൂടെ നടക്കുവാൻ, പിതാവിൻ്റെ വഴിയിലൂടെ നടക്കുമ്പോൾ നിനക്ക് സാധിക്കും. പിതാവിൻ്റെ വഴി കാണിച്ചു തരുന്ന യേശു ക്രിസ്തുവിൻ്റെ കൂടെ ആകുമ്പോൾ എൻ്റെ ദുഃഖവും എന്നെ തന്നെ സമർപ്പിച്ച് കഴിയുമ്പോൾ എല്ലാ ഭാരങ്ങളും അവനെടുത്തതായുള്ള അനുഭവം കിട്ടുകയും ഞാൻ പൂർണ്ണമായി സ്വാതന്ത്ര്യം പ്രാപിക്കുകയും ചെയ്യും. ഈ ഒരു പൂർണ്ണ സ്വാതന്ത്ര്യം, എൻ്റെ ഭാരങ്ങൾ എടുത്തു മാറ്റുന്ന അവസ്ഥ വേണമെങ്കിൽ വിശ്വാസത്തിൽ ആഴപ്പെട്ടുകൊണ്ട് യേശു ക്രിസ്തുമായി ബന്ധം സ്ഥാപിക്കുമ്പോൾ ആ ബന്ധത്തിലൂടെ എല്ലാം ലഘൂകരിക്കപ്പെട്ട അവസ്ഥ എനിക്ക് അനുഭവിക്കാൻ സാധിക്കും. ദൈവം നമ്മെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏത് തരത്തിൽ തളർന്ന അവസ്ഥയാണെങ്കിലും, ഏതു തരത്തിൽ ഭാരപ്പെട്ട അവസ്ഥയാണെങ്കിലും പ്രിയമുള്ള സഹോദര സഹോദരി, തമ്പുരാൻ്റെ പക്കലേക്ക് നമുക്ക് കൊടുക്കാം. അവൻ നമ്മെ ഏറ്റെടുത്തോളും. എളിമയുള്ളവനാണ്. വീണ്ടും പ്രിയമുള്ളവർ, അവൻ്റെ ശിശുത്വമായ സ്വഭാവത്താൽ നമ്മൾ ചേർന്ന് നിൽക്കുന്ന ഒരനുഭവം കൂടി ഈ ഭാരം പങ്കുവയ്ക്കുമ്പോൾ തമ്പുരാൻ നമുക്ക് തരും. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല ദിവസം ആശംസിക്കുകയും ചെയ്യുന്നു. നമ്മുടെ കർത്താവായ ഈശോ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.